ക്രൂശിതനോടൊപ്പം. ഈശോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, നോമ്പുകാല വിചിന്തനങ്ങളിലെ കുരിശിൽ നിന്ന് യേശു ഉരിയാടിയ സപ്തവചനങ്ങളിലെ 6-ാമത്തെ വചനം ഇന്ന് നമുക്ക് ധ്യാനിക്കാം. മരിക്കുന്നതിന് മുൻപ് ഈശോ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ദൗത്യനിർവഹണം, അതിൻ്റെ പരിപൂർത്തിയിലെ ഈശോ സമാപിപ്പിച്ചു. പിതാവ്, എല്ലാം പൂർത്തിയായി. ഒരുപക്ഷെ ഈശോ നമ്മെ തൻ്റെ ദൗത്യം തുടരാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈശോയുടെ മരണശേഷം, അവിടുത്തെ ഉത്ഥാനത്തിന് ശേഷം, സ്വർഗാരോഹണത്തിന് ശേഷം അവിടുത്തെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു കൽപ്പന ഇതാണ്: നിങ്ങൾ ജെറൂസലം വിട്ടുപോകരുത്. ആത്മാവിനെ കൈക്കൊള്ളുവോളം നിങ്ങൾ ജെറൂസലേമിൽ താമസിക്കുക. തുടർന്ന് എൻ്റെ ദൗത്യം നിങ്ങൾ തുടരുക. എൻ്റെ 2ാമത്തെ ആഗമനം വരെ നിങ്ങളത് പൂർത്തിയാക്കുക. എല്ലാം പൂർത്തിയായി എന്ന് ഈശോ പറയുമ്പോൾ 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം താൻ പൂർത്തിയാക്കി. 2, തൻ്റെ ദൗത്യം തൻ്റെ ശിഷ്യന്മാരെ പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ മാർപ്പാപ്പ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ വിളിക്കകത്ത് ഒരു വിളിയുണ്ട്. ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് നിയോഗിച്ചിരിക്കുന്നു. ആ കാര്യം നിങ്ങൾ കണ്ടെടുക്കണം. ആ കാര്യം നിങ്ങൾ നിറവേറ്റണം. അപ്പോസ്തലനായ പൗലോസിനെ നമുക്കറിയാം. കർത്താവ് തൻ്റെ ഉത്ഥാനത്തിന് ശേഷം വിളിച്ചവനാണ്. പത്രോസിനും യോഹന്നാനും അന്ത്രയോസിനും തോമായ്ക്കും കൊടുത്ത ദൗത്യമല്ല സാവൂളിന് കൊടുത്തത്. സാവൂളിനെ വിളിച്ചത് വിജാതിയുടെ അപ്പസ്തോലനാകാനാണ്. സാവൂള് വിളിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സഭ ജെറൂസലേം വിട്ടു പോകില്ലായിരുന്നു. സാവൂളിലൂടെയാണ് ഗ്രീക്ക് റോമൻ സാമ്രാജ്യങ്ങളിലേക്ക് സഭ വ്യാപിച്ചത്. നമ്മുടെ ദൗത്യത്തിലെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്തോ ചിലതുണ്ട്. അത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈശോ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞത് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥകമാകുന്നത്. മിസ്റ്റർ ഡോൺ ബോസ്കോയുടെ അമ്മ മാർഗരറ്റ് എപ്പോഴും ജോൺ ബോസ്കോയോട് പറയാറുണ്ട്: മോനെ, നിന്നെ തമ്പുരാൻ വിളിച്ചിരിക്കുന്നത് ഒരു വലിയ ദൗത്യത്തിനാണ്. ആ ദൗത്യം കണ്ടെടുക്കാൻ അമ്മ സഹായിച്ചു. ഒരുപക്ഷെ ആ ദൗത്യം കണ്ടെടുക്കാൻ അമ്മ നൽകിയ കരുത്താണ് ഡോൺ ബോസ്കോയ്ക്ക് സലേഷ്യൻ സഭ സ്ഥാപിക്കാൻ കാരണമായത്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാനുണ്ട്: നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലെ നിങ്ങൾ നിർവഹിക്കാൻ കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചൊരു ദൗത്യം, അത് കണ്ടെടുക്കുക, അത് പൂർത്തിയാക്കുക. തട്ടിൽ പിതാവ് ഇപ്പോഴ് ഇന്ത്യ മുഴുവൻ്റെയും മെത്രാനാണ്. ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള ശംഷാബാദ് 23 സംസ്ഥാനങ്ങളിലും 4 യൂണിയൻ ടെറിട്ടറികളിലും നീണ്ടുകിടക്കുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ്. അവിടെയൊക്കെ നമുക്ക് എത്തിപ്പെടണം. അത് തട്ടിൽ പിതാവിന് മാത്രം ചെയ്യാനുള്ളൊരു ദൗത്യമല്ല, സിറോ മലബാർ സഭയ്ക്ക് ഒന്ന് ചെയ്യാനുള്ളൊരു ദൗത്യമാണ്. നമ്മുടെ മൈഗ്രൻസ് എ മീൻസ് ഓഫ് മിഷൻ പൂർത്തിയാക്കാനുള്ള ഒരുപാട് ദൗത്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മളത് പൂർത്തിയാക്കാൻ ദൈവത്തിൻ്റെ കീഴിൽ ഉപകരണമാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കാൻ
ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളായിരിക്കുന്ന മേഖലകളിലെ നിനക്ക് സാക്ഷികളാകാൻ, നിൻ്റെ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവ് സംസർഗവും നിങ്ങളോട്, നിങ്ങളുടെ കുടുംബങ്ങളോട്, നിങ്ങളുടെ ദൗത്യങ്ങളോട് ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രൂശിതനോടൊപ്പം